ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു കീറ്റോ റെസിപ്പിയാണ് കേട്ടോ. ഒരു കീറ്റോ ദോശയാണ്. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കീറ്റോ ദോശയാണ്. ഇത് കീറ്റോ ചെയ്യുന്നവർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ കണ്ടു നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതിൻ്റെ കൂടെയുള്ളൊരു ബെല്ലൈക്കൺ ഇല്ലേ, അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് എഗ്ഗൊന്നും ആഡ് ചെയ്യാത്ത ആൽമണ്ട് പൗഡർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു യമ്മി ആയിട്ടുള്ള കീറ്റോ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിനു മുന്നേ ഞാനൊരു കീറ്റോ ബ്രെഡിന്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എഗ്ഗ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എഗ്ഗ് ആഡ് ചെയ്യാത്ത റെസിപ്പി ചോദിച്ച് മെസ്സേജ് ചെയ്തവർക്കുള്ളതാണ് കേട്ടോ ഈ റെസിപ്പി. ഞാനിവിടെ 2 ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എടുക്കുന്നത് 4 ടേബിൾ സ്പൂൺ ആൽമണ്ട് പൗഡർ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മൊസറല്ല ചീസാണ്, അതും ഒരു 4 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. കീറ്റോ ചെയ്യുന്നവർ ഒരു ദോശ മാത്രമേ ഒരു സമയത്ത് കഴിക്കാവുള്ളൂ. ഇതിപ്പം ഞാൻ 2 എണ്ണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കോക്കനട്ട് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. കോക്കനട്ട് മിൽക്ക് ഒരു 2 ടേബിൾ സ്പൂൺ, ഒരു ദോശയ്ക്ക് 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമ്മളിപ്പോൾ 2 ദോശയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് കീറ്റോ ചെയ്യാത്തവർക്കാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കോക്കനട്ട് മിൽക്ക് തന്നെ വേണമെന്നില്ല, ഫ്രഷ് മിൽക്ക് ആഡ് ചെയ്തും ഉണ്ടാക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നോർമലി അരി ഉപയോഗിച്ചുള്ള ദോശ ബാറ്ററിന്റെ അത്രയും അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയോ അങ്ങനെ അങ്ങ് വെള്ളം പോലെ നാവോ അങ്ങനെ ഒന്നും വേണ്ട. ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന അത്രയും മെഷർമെന്റിന്റെ സാധനങ്ങൾ മാത്രം ഇതിനകത്തേക്ക് ആഡ് ചെയ്താൽ മതി. ഇത് നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു ടെക്സ്ചർ കണ്ട് പേടിക്കൊന്നും വേണ്ട. നമ്മൾ പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് അങ്ങ് ആയിക്കോളും ദോശ പോലെ. കാരണം ഇത് ചീസല്ലേ, അപ്പൊ ചീസ് അങ്ങ് മെൽറ്റ് ചെയ്ത് അതങ്ങ് ദോശയുടെ പരുവത്തിൽ അങ്ങ് വന്നോളും. പിന്നെ ഈ ദോശയിലേക്ക് ഞാൻ അങ്ങനെ സീസണിങ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മസാലപ്പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലേവർ വേണ്ടിയിട്ട് എന്തെങ്കിലും ജീരകത്തിന്റെ പൊടി അതൊക്കെ ആഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല. എല്ലാം ഓപ്ഷണലാണ്. പക്ഷെ ഇപ്പൊ ഞാൻ അതിനകത്തൊന്നും ആഡ് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അരിയൊക്കെ അരച്ചെടുക്കുന്ന ദോശ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് സത്യം പറഞ്ഞാൽ ഈ കീറ്റോ ദോശ. വളരെ പെട്ടെന്ന് ഈ ഒരു പണി കഴിയും. നമ്മൾ ഈ കൂട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് ഒട്ടും പണിയില്ലല്ലോ. മറ്റേന്ന് പറഞ്ഞാൽ അരി വെള്ളത്തിലിടണം, പിന്നെ കുതിർക്കണം, അരയ്ക്കണം, അങ്ങനെ കുറെ പണിയില്ലേ. നമ്മൾ ഫെർമെന്റേഷൻ വെക്കണം. ഇതാകുമ്പോൾ അങ്ങനത്തെ പണിയൊന്നുമില്ല. ശരിക്കും എളുപ്പമാണ്. പക്ഷെ കീറ്റോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇത് റെഗുലർലി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത്രയും ചീസൊക്കെ ഉള്ളിലേക്ക് പോവല്ലേ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു ചട്നി കൂടെ ഉണ്ടാക്കിയെടുക്കാം. കാരണം നമ്മൾ ഈ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കഴിക്കണം. കാരണം അത് നമ്മൾ ചീസൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ദോശയല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് തണുത്ത് കഴിഞ്ഞാൽ കട്ടിയായി പോകും. അതിൽ നല്ല നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ദോശയും കൂട്ടിയിട്ട് നല്ല ചൂടോടെ തന്നെ കഴിക്കാം. അതാണ് ടേസ്റ്റി ആയിട്ടുള്ളതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ചിരകിയ തേങ്ങ. ഇത് ഫ്രീസറിൽ വെച്ച തേങ്ങയായിരുന്നു. അപ്പം അതൊന്ന് നല്ലതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടുകയും ചെയ്യും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കും. നമുക്ക് അധികം എരിവൊന്നും വേണ്ട. അത് കാരണം ഒരു വലിയ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി ഇത്രയും തേങ്ങയ്ക്ക്. പിന്നെ ഒരു 3-4 ഉള്ളി. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പം അത് അരഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഒരു ചട്നിയുടെ പരുവത്തിലൊക്കെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് കഴിയും കേട്ടോ. ക്യുക്കായിട്ടുള്ളൊരു ചട്നിയാണ്. നമ്മളൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കും. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ആഡ് ചെയ്യും. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് ഞാൻ ഈ തീയങ്ങ് ഓഫ് ചെയ്യുവാണ്. കാരണം ഇത് ഇരുമ്പ് ചീനച്ചട്ടിയാണ്. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി ചൂടാക്കി തന്നെ വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മളുടെ തേങ്ങ ഇട്ട് കൊടുത്താൽ അതങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് പിരിഞ്ഞു പോവും. തേങ്ങയല്ലേ, അപ്പം നമുക്ക് ചട്നി അത്രയും ചൂടാവൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ചൂടുണ്ടാവും ചട്ടിക്ക്. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചു കൊണ്ടുവന്ന് ആ തേങ്ങയുടെ കൂട്ടും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചട്നി പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ ബാറ്റർ അല്ലേ ദോശ ഉണ്ടാക്കാനായിട്ട്, അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ദോശ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. ചട്നി നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് അവിടെ കിടന്നങ്ങ് ബോയിലാവും. നമുക്ക് ബോയിലൊന്നും ആവണ്ടല്ലോ.
അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പുമൊക്കെ ഒന്ന് നോക്കാം കറക്റ്റ് ആണോ എന്ന്. വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് മൂടി വെച്ചേക്കാം. നമ്മളിപ്പോൾ തന്നെ ദോശ റെഡിയാക്കി എടുക്കും കേട്ടോ. അത് കാരണമാണ് ഞാൻ ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അയൺ പാനിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു അധികം നേരം അതിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് പറയും. കുറച്ചൊന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ദോശ ഒന്ന് എളുപ്പത്തിനൊന്ന് വിട്ട് കിട്ടാനായിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബാറ്റർ. കണ്ടോ, ഇതങ്ങനെ ലിക്വിഡ് കൺസിസ്റ്റൻസിയിലൊന്നും അല്ല ഇരിക്കുന്നത്, ഇതുപോലെയാണുള്ളത്. ഇത് കണ്ടിട്ട് വറീഡ് ആവുമൊന്നും വേണ്ട. ഇത് നമ്മളുടെ പാനിലേക്ക് ഒഴിച്ച് കഴിയുമ്പോഴത്തേനും നല്ലതുപോലെ അത് സ്പ്രെഡ് ആവും. കാരണം ചീസ് മെൽറ്റായിട്ട് ഒരു ദോശയുടെ പരുവത്തിൽ തന്നെ വരും, നല്ല തിന്നായിട്ട് വരും. കണ്ടോ, നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അയ്യോ ഇതെങ്ങനെ ദോശ ആകും എന്നൊക്കെ വിചാരിക്കുമെങ്കിലും ഇത് തന്നെ അതങ്ങ് സ്പ്രെഡ് ആവും. നമ്മൾ ജസ്റ്റ് ഒന്ന് തിന്നാക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ അങ്ങ് ബേൺ ആയി പോകും. അപ്പോൾ നമുക്കൊന്നൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമായിട്ട് നമ്മളുടെ ഫ്ലെയിം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണേ. ഇപ്പോൾ ആ ചീസൊക്കെ മെൽറ്റായി നമ്മളുടെ ആൽമണ്ട് പൗഡറും ഒക്കെ ആയിട്ട് അതങ്ങ് നല്ലതുപോലെ വേവുന്നുണ്ട്. നമുക്ക് ആ ഒരു ആൽമണ്ട് ഫ്ലോർ ഇങ്ങനെ വേവുന്നതിൻ്റെ സ്മെല്ലും ഒക്കെ കിട്ടും. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് മറിച്ച് ഇട്ട് കൊടുക്കാം. വിട്ടു പോകത്തൊന്നുമില്ല കേട്ടോ, വിട്ടു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ഞാൻ ഈ പറഞ്ഞ മെഷർമെന്റിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും വിട്ടു പോകത്തില്ല. നമ്മൾ ബാറ്റർ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തോന്നുക ഇതെങ്ങനെ കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു തേങ്ങാപ്പാലിൻ്റെ അളവൊക്കെ കൂട്ടിയാൽ ചിലപ്പോൾ അത് പ്രോപ്പറായിട്ട് വിട്ട് കിട്ടത്തില്ല, അല്ലെങ്കിൽ അത് കട്ടായൊക്കെ പോകും. ഈ ഒരു മെഷർമെന്റിൽ എടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ തന്നെ വരും. ഞാൻ എന്താ ഒന്ന് മറിച്ചിട്ടിട്ട് എടുത്തപ്പോഴത്തേക്കിനും കണ്ടു നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മളൊന്ന് മടക്കി വെക്കുമ്പോഴേ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ടല്ലോ, ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്കതിൽ ചൂടോടുകൂടി ചട്നിയും കൂട്ടിയിട്ട് കഴിക്കാം. ഞാൻ ആ ബാക്കി ഉണ്ടായിരുന്ന മാവില്ലേ അതും കൂടെ എടുത്ത് ഉണ്ടാക്കുവാണേ, ഒരു ദോശയും കൂടെ. പ്രോപ്പർലി കീറ്റോ ഡയറ്റ് ചെയ്യുന്ന ആൾ ഒരു ദോശയെ കഴിക്കാവുള്ള ഒരു സമയം, അതിൻ്റെയാണ് മെഷർമെൻറ്റ്. ഇതിപ്പം ഞാൻ ഇവിടെ 2 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ എഗ്ഗ് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു എഗ്ലെസ് ആയിട്ടുള്ള കീറ്റോ റെസിപ്പി നോക്കുന്ന, ഒരു കീറ്റോ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു റെസിപ്പി തേങ്ങാപ്പൊടി വെച്ചിട്ട് വർക്ക് ആവത്തില്ല കേട്ടോ. ഇപ്പം ഇത് തന്നെ ആൽമണ്ട് പൗഡർ മാറ്റിയിട്ട് കോക്കനട്ട് പൗഡർ വെച്ച് ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചാൽ ഇതുപോലെ വരത്തില്ല. ഞാൻ ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് ഇങ്ങനെ വരത്തില്ല. അപ്പം ഇത് ആൽമണ്ട് പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ആൽമണ്ട് പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും, ആൽമണ്ട് പൗഡറായിട്ട് കടയിൽ വാങ്ങാനും കിട്ടും. ഇനി എപ്പോഴെങ്കിലും ഉള്ളൊരു വീഡിയോയിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ആൽമണ്ട്സിൽ നിന്ന് ആൽമണ്ട് പൗഡർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇതിപ്പം കീറ്റോ ചെയ്യുന്നവർ തന്നെ കഴിക്കാവുള്ളതൊന്നുമില്ല. ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇതിൻ്റെ മുകളിലേക്ക് ഇനിയും ചീസ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം, നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷെ അത്രയും ചീസ് കഴിക്കുന്നതൊന്നും അത്ര പ്രിഫറബിൾ അല്ലാത്ത കാരണമാണ് ഞാൻ ഈ ചീസ് കൂടുതലൊന്നും ആഡ് ചെയ്യാത്തത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ശരിക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെയൊക്കെ ചീസൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പം അരിയുടെ ദോശയൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ അവർക്ക് എപ്പോഴും മാറ്റി മാറ്റി കൊടുക്കണമല്ലോ ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡ്. അപ്പോൾ അവർക്ക് വല്ലപ്പോഴും ഒക്കെ ഇതൊക്കെ കൊടുത്താൽ അവർക്ക് ഇഷ്ടാവും. ചട്നിയും കൂടെ എടുത്തിട്ട് കഴിച്ചു നോക്കാം. പിന്നെ വെള്ള ചട്നി പൊതുവെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വെള്ള ചട്നി. LCHF ഡയറ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം സ്ഥിരമായിട്ട് കഴിച്ചിട്ടുള്ള ഒരു ഡയറ്റാണ് LCHF ഡയറ്റ് കേട്ടോ. കണ്ടോ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ക്രിസ്പി യമ്മി ഡെലീഷ്യസ് ആയിട്ടുള്ള ആൽമണ്ട് പൗഡർ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ദോശയും വൈറ്റ് ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്നുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ കീറ്റോ ഡയറ്റ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്ക് നമ്മുടെ ചാനലിലൊന്ന് വന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അവിടെ എന്തായാലും ഒരു പുതിയ വീഡിയോ ഉണ്ടാവും. അപ്പോൾ കണ്ടിട്ട് കമൻസും കൂടെ എന്നെ അറിയിക്കണം.
അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള നല്ല കീറ്റോ റെസിപ്പിയായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.